രാധേ, നമ്മുടെ കേരളം കാണാൻ എന്തു രസമാണല്ലേ. അതേ രാജു, കണ്ണിന് കുളിർമ നൽകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. പക്ഷേ മനുഷ്യൻ കാരണം ചില സങ്കടമുള്ള കാഴ്ചകളും ഉണ്ടാകുന്നുണ്ട്. മാലിന്യം കുന്നുകൂടിയതും ഒഴുക്കുനിലച്ച പുഴയുമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം പുക കാരണം ശ്വാസം മുട്ടുന്ന ജീവികളെ നമുക്ക് കാണാൻ കഴിയും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കും. ഈ പുകയിൽ എന്തൊക്കെ വിഷവസ്തുക്കളാണുള്ളതെന്നറിയാമോ? അറിയാം. ചില പ്രധാനപ്പെട്ട രാസവസ്തുക്കൾ ഇവയാണ്. കാർബൺ മോണോക്സൈഡ്. ഇത് കൂടിയ അളവിൽ ശ്വസിച്ചാൽ മരണം വരെ സംഭവിക്കാം. കുറഞ്ഞ അളവിലാണെങ്കിൽ തലവേദന, ക്ഷീണം, ഓർമ്മക്കുറവ് എന്നിവ ഉണ്ടാകും. സൾഫർ ഡൈഓക്സൈഡ്. ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഡയോക്സിനുകൾ. ഇത് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സൂക്ഷ്മ കണികകൾ, പാർട്ടിക്കുലേറ്റ് മാറ്റർ. ഇത് ആസ്ത്മ, അലർജി, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകാം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഈ രാസവസ്തുക്കൾ വായുവിൽ കലരുമ്പോഴാണ് വായുമലിനീകരണം സംഭവിക്കുന്നത്. വാഹനങ്ങളിൽ നിന്നും പുക പുറത്തുവരുന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ദോഷകരമായ വസ്തുക്കൾ പുറത്തുവരുന്നു. അതിന് എളുപ്പമുള്ള പരിഹാരങ്ങളുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുവാഹനങ്ങൾ ഉപയോഗിക്കണം. സൈക്കിൾ പോലുള്ളവ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ EV പുക പുറത്തുവിടാത്തതിനാൽ വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. രാജു, ഭൂമിയിൽ 2/3 ഭാഗവും വെള്ളമാണ്. പക്ഷേ ആകെ ജലത്തിന്റെ 3% മാത്രമാണ് ശുദ്ധജലം, ഉപ്പില്ലാത്ത വെള്ളം. ഈ ശുദ്ധജലത്തിന്റെ 69% മഞ്ഞുപാളികളായിട്ടാണുള്ളത്. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നദികളിലും കായലുകളിലുമായി വെറും 0.3% മാത്രമാണ് ഉപരിതല ജലമായിട്ടുള്ളത്. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതും വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതും കാരണം വെള്ളം മലിനമാകുന്നു. യൂട്രോഫിക്കേഷൻ എന്നൊരു കാര്യത്തെക്കുറിച്ച് പാഠത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ, നൈട്രജൻ കലർന്ന വളങ്ങളും മറ്റും ഒഴുകിയെത്തുമ്പോൾ ജലസസ്യങ്ങൾ, ആൽഗകൾ ഒരുപാട് വളരുന്നു. ഇവ വെള്ളത്തിലെ ഓക്സിജൻ ഒരുപാട് വലിച്ചെടുക്കുന്നതുകൊണ്ട് മറ്റു ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ നശിച്ചുപോകുന്നു. ഇത് ആവാസവ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകും. നല്ല കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുടിവെള്ളം തെളിഞ്ഞതായിരിക്കണം, നിറവും മണവും ഉണ്ടാകരുത്, രോഗാണുക്കൾ ഉണ്ടാകരുത്, അപകടകാരികളായ രാസവസ്തുക്കൾ ഉണ്ടാകരുത്, ആവശ്യത്തിനുള്ള ധാതുലവണങ്ങൾ ഉണ്ടായിരിക്കണം. മലിനമായ വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കും? പല വഴികളുണ്ട്. തിളപ്പിക്കൽ, ബോയിലിംഗ്. 1 മിനിറ്റെങ്കിലും തിളപ്പിച്ചാൽ സൂക്ഷ്മജീവികൾ നശിക്കും. ക്ലോറിനേഷൻ, ബ്ലീച്ചിംഗ് പൗഡർ ചേർത്താൽ സൂക്ഷ്മജീവികൾ നശിക്കും. ഡിസ്റ്റിലേഷൻ, വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുന്ന രീതി. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മണ്ണിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അല്ലേ? അതെ, മാലിന്യങ്ങളെ രണ്ടായി തിരിക്കാം. ജൈവമാലിന്യങ്ങൾ, പഴത്തൊലി, പച്ചക്കറി മാലിന്യം എന്നിവ. ഇവ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വഴി അലിഞ്ഞുചേരും. അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, ചില്ലുകഷണങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ. ഇവ മണ്ണിൽ അലിഞ്ഞുചേരില്ല. ഇവയാണ് മണ്ണുമലിനീകരണത്തിന് പ്രധാന കാരണം. ഈ മാലിന്യങ്ങൾ എന്തു ചെയ്യണം? മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്നയിടത്തുവെച്ചു തന്നെ തരംതിരിച്ച് സംസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഉറവിട മാലിന്യ സംസ്കരണം എന്നു പറയും. ജൈവമാലിന്യങ്ങളെ വളമാക്കാൻ നമുക്ക് 3 വഴികളുണ്ട്: മണ്ണിര കമ്പോസ്റ്റിംഗ്, വായുസമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം. ഇത് പാചകവാതകം നൽകുകയും ചെയ്യും. അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ നമ്മൾ 3Rs എന്ന തന്ത്രം ഉപയോഗിക്കണം. ശരിയാണ്. 3Rs എന്നാൽ റിഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക, സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക, സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ പുനർചംക്രമണം ചെയ്യുക, പഴയ സാധനങ്ങൾ മാറ്റിയെടുത്ത് പുതിയത് ഉണ്ടാക്കുക. അപ്പോൾ രാധേ, പരിസ്ഥിതിയെ നോവിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. തീർച്ചയായും രാജു, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കാം.